മാമോയ് എന്നാ പറ്റി മൊത്തം വിഷമം പോലെ? ഓ ഒന്നും പറയണ്ട രാഹുൽ, മൊത്തത്തിൽ പണി കിട്ടിയെന്ന് പറഞ്ഞാണ്. ഇത്ര വിഷമിക്കാൻ മാത്രം എന്ത് പണിയാ കിട്ടിയത്? പണി പോയി, അത്ര തന്നെ. പണി പോയോ? അപ്പൊ പണി കിട്ടിന്ന് പറഞ്ഞത്? ഓ എന്നെ ജോലിന്ന് പിരിച്ചുവിട്ടു, കമ്പനി നഷ്ടത്തിലാണ് അത്ര. ഓ ആ പണി. അതിപ്പോ എന്റെ അവസ്ഥ ഏകദേശം സെയിം തന്നെയാ. ഞാൻ എല്ലാരെയും വെല്ലുവിളിച്ചൊരു TV ന്യൂസ് ചാനലും തുടങ്ങി. അതാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസുമായി, വ്യൂവേഴ്സും ഇല്ല, ആകെ നാണം കെട്ടിരിക്കുക. അല്ല ഇനി എന്താ മാമന്റെ പ്ലാൻ? ഒരു പ്ലാൻ ഉണ്ട്, പക്ഷെ അത് നടപ്പിലാക്കാൻ റിസ്കാ. ഇവരാരും സമ്മതിക്കത്തില്ല. അതിനെന്തിനാ ഇവരുടെ സമ്മതം? അല്ല, അതിന്റെ ക്യാഷ് ഇവരോട് ചോദിക്കാനാണ് എന്റെ പ്ലാൻ. എന്തായാലും പ്ലാൻ പറയാദ്യം. എനിക്ക് ചെറുപ്പം മുതൽ പോലീസ് ആവാനായിരുന്നല്ലോ ആഗ്രഹം, പക്ഷെ ടെസ്റ്റ് പാസ്സായില്ല. എന്നാലും ആ പോലീസ് ബുദ്ധി എന്റെ ഉള്ളിലുണ്ട്. സോ ഒരു പ്രൈവറ്റ് കുറ്റാന്വേഷണ ഏജൻസി തുടങ്ങിയാലോ എന്നൊരു ആലോചന. അത് പൊളിക്കും. പക്ഷെ ഇവിടെ ഉണ്ണിമോളും പിള്ളേരും അത് കേൾക്കുമ്പോഴേ ചെയ്തു സമ്മതിക്കത്തില്ല. അവരെ കൊണ്ട് സമ്മതിക്കാൻ എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്നാ വേഗം പറ, നിന്റെ എന്തെങ്കിലും ഐഡിയ കാണുന്നത് എനിക്ക് അറിയായിരുന്നു. പക്ഷെ വഴി അല്പം ചീപ്പാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല, നീ പറ. അമ്മയുടെ മാല മോഷ്ടിക്കണം. അല്ല, മാല മോഷ്ടിച്ചാട്ടവരെങ്ങനെ സമ്മതിക്കും? അതൊക്കെ പറഞ്ഞുതരാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? എന്നെ നിങ്ങളുടെ അസിസ്റ്റന്റ് ആക്കണം. അത്രേ ഉള്ളൂ, ഞാനത് അങ്ങോട്ട് പറയാതിരിക്കുകയായിരുന്നു. എന്ന ഐഡിയ കേട്ടോ. നമ്മൾ അമ്മയുടെ മാല മോഷ്ടിച്ചൊളിപ്പിച്ചു വെക്കുന്നു. അത് കാണാതെ പഴക്കം പറഞ്ഞ് നടക്കുന്ന അമ്മയ്ക്ക്, എന്ന് വെച്ചാൽ നിങ്ങളുടെ ചേച്ചിക്ക്, നമ്മളത് നമ്മുടെ ബുദ്ധിശക്തി വെച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുക്കുന്നു. അമ്മ ഇംപ്രസ്ഡ് ആവുന്നു. ആ ഗ്യാപ്പിൽ ഞാൻ കാര്യം അവതരിപ്പിക്കുന്നു അല്ലേ? എക്സാക്ട്ലി. അടിപൊളി. പക്ഷെ മോഷണമൊക്കെ ഒരു തെറ്റല്ലേ? തെറ്റാണ്. എന്നാ നിങ്ങൾ വേറെ വഴി നോക്കോ. അയ്യോ, അങ്ങനെ പറയരുത്. എന്നാ ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ല. മോഷ്ടിക്കാം. മോഷ്ടിക്കാം. കൂടെ നിന്നോണം. ഓഫ് കോഴ്സ് സിയടി അർജുൻ. ഓക്കേ സിയടി എനിക്ക്. ദേ അവർ വരുന്നുണ്ടോ? ഓ ജോലി പോയല്ലോ അല്ലേ? കാറ് കഴിഞ്ഞിട്ടാണെങ്കിലും ജീവിക്കാം. ഓപ്പറേഷൻ കോൾ ചെയ്യ്. എവരിതിങ് ഈസ് ഓക്കേ. യെസ് സിയടി അർജുൻ, തുടങ്ങിക്കോ. സ്റ്റാർട്ട്. എനിക്കും ഉച്ചയ്ക്ക് എന്റെ കറികൾ മൊത്തം ഫ്രണ്ട്സ് തിന്നു, അതുകൊണ്ട് എനിക്ക് ചോറ് മൊത്തം തിന്നാനും പറ്റിയില്ല. അത് ശരി, നീ എടുക്കാൻ സമ്മതിച്ചിട്ടല്ലേ? ഒന്ന് അടങ്ങ് തീയമോളെ, ഞാൻ നിങ്ങളെ പോലെ ക്ഷീണിച്ചാ വരുന്നത്. അല്ലെങ്കിൽ പോയി മാമനോട് എടുത്തു തരാൻ പറ. മാമൻ കാറ് എടുക്കല്ലേ? മാത്രല്ല മാമനും ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതാണല്ലോ. അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ, മാമന് ജോലിന്ന് പിരിച്ചുവിട്ടു. അതുകൊണ്ട് തന്നെ നാളെ മുതൽ അടുക്കളപ്പണി മൊത്തം മാമനായിരിക്കും ചെയ്യാം. ഇന്ന് ഞാൻ എടുത്തു തരാം, നാളെ എന്നോട് ചോദിച്ചേക്കരുത്. കണ്ടോ, ഇപ്പോഴേ കളിയാക്കൽ തുടങ്ങി. സംഗതി വേഗം സെറ്റാക്കണം. അമ്മ വരുന്നുണ്ട്. വിളിച്ച് തരുന്നതിന് വേഗം എടുക്ക. ഈ ജനലിന്റെ സൈഡിലോട്ട് എന്റെ മാല എടുക്കാൻ നോക്കി. നമ്മൾ പെട്ടു. ഞാനൊരു നമ്പർ എടുക്കാം, കൂടെ നിന്നോണം. അതിന്റെ ഇടയിൽ അവളൊരു ആരവൻ? ഞാൻ ഒച്ച കെട്ടി വന്നപ്പോ ജനലോട് ഓർത്ത് ഒളിച്ചിരിക്കുന്നു. അതെന്നെ മാല മോഷ്ടിക്കാൻ വന്ന കള്ളനാ. കള്ളനോ? ഈ വീട്ടിലോ? അതും ഇവിടെ ഞാനുള്ളപ്പോ? ഇനി മാമന്റെ വല്ല ഫ്രണ്ട്സും? പിന്നെ കള്ളന്മാരാണല്ലോ എന്റെ ഫ്രണ്ട്സ്. കള്ളൻ ഓടി, മതില് ചാടി ഓടി. എന്റെ കയ്യിലെങ്ങനെ കിട്ടിയിരുന്ന അവനെ ഞാൻ. ഇത്രയും തണ്ടും തടി ഉണ്ടായിട്ട് നിനക്ക് അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. ആ നീയാണല്ലോ പോലീസിൽ ചേരാൻ നടന്നത്. തണ്ടും തടി മാത്രല്ല പോലീസ്, അതിന് ബുദ്ധിയാണ് വേണ്ടത്. എന്നാ നിന്റെ ബുദ്ധി കൊണ്ടേ ആ കള്ളനെ കണ്ടുപിടിക്കേ, എന്നിട്ട് എന്നെ മുന്നിൽ കൊണ്ട് നിർത്ത്, കാണട്ടെ. കാണിക്കും. അവനെ ഞാൻ 24 മണിക്കൂറിനുള്ളിൽ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തും. ഇനിയിപ്പൊ എന്ത് ചെയ്യും? താടിയല്ലേ, അത് വീണ്ടും വരും. താടിയുടെ കാര്യമല്ല, നീ എന്താ അടുത്ത പ്ലാൻ എന്ന് പറ. ആ ഇല്ലാത്ത കള്ളനെ എങ്ങനെ പിടിച്ച് മുന്നിൽ നിർത്തും? അതിന് വഴിയുണ്ട്, പക്ഷേ അവനിപ്പോ എവിടെയാണാവോ? അവൻ ആ കള്ളൻ. കള്ളനാ? ഏത് കള്ളൻ? ഇതാരാ? എത്തിയോ? നിന്റെ പേരെന്തായിരുന്നു എന്ന് പറഞ്ഞേ? ഓക്കെ, ഞാൻ ബീബി എന്ന് വിളിക്കാം. ബീബി പേര് ബുക്കാസി ചേട്ടാ, എന്റെ പേര് ബിസ്വാസ്.
അതെന്തെങ്കിലും ആവട്ടെ. ഹലോ ഹലോ, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതാരാ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കള്ളൻ. കള്ളനോ? ഇതോ? അതെങ്ങനെ? ഇപ്പൊ ബംഗാളിയല്ലേ? എനിക്ക് പണിയുണ്ട് ചേട്ടാ, ഇതെല്ലാം വെട്ടിക്കളയട്ടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു കുഴി എടുക്കാം. എന്റെ പൊന്നെ, നിനക്കവിടെ പണിയൊന്നുമില്ല. നീ ഇവിടെ ഒന്നും ചെയ്യണ്ട. പണിയില്ലേ ചേട്ടാ? പട്ടിണി ചേട്ടാ, പണിതാ ചേട്ടാ. പണിതരാ. നിന്റെ പണി ഇപ്പോഴല്ല, വൈകിട്ട്. വൈകിട്ട് എന്ത് പണി ചേട്ടാ? പറഞ്ഞു തരാം, സിമ്പിൾ. നീ ഇന്ന് വൈകിട്ട് ഇവിടെ മോഷ്ടിക്കാൻ വരും, ഒരു കള്ളന്റെ വേഷത്തിൽ. കള്ളനാ? അതെന്താ ചേട്ടാ? എന്ന് വെച്ചാ ചോർ മാതിരി വരണം. ആക്ടിങ്. ഓ, ആക്ടിങ്ങാ? ഓക്കെ ചേട്ടാ. എന്നിട്ട്? അതെ, എന്നിട്ട് അതാണ് എനിക്കും അറിയേണ്ടത്. എന്നിട്ട് ഇവനിവിടെ കക്കാൻ വരുന്നു, നമ്മളത് കാണുന്നു, ഇവനെ പിടിക്കുന്നു, അവരുടെ മുന്നിൽ ഇട്ടുകൊടുക്കുന്നു, നമ്മുടെ കഴിവ് തെളിയിക്കുന്നു. അപ്പൊ അവര് പോലീസിനെ വിളിച്ചാലോ? അപ്പൊ എന്ത് ചെയ്യും? അത് വിളിക്കാതൊക്കെ നോക്കണം. അതിനുള്ള നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നീ ഓക്കെ അല്ലേ? ഓക്കെ ചേട്ടാ. ഓക്കെ, എന്നാ നീ ഇപ്പൊ പോയിക്കോ. പിന്നെ വൈകിട്ട് 5 മണിക്ക് തന്നെ വരണം, മറക്കരുത്. ചാടി ഇവരൊക്കെ കക്കാൻ വന്ന എന്താവോ എന്തോ. അല്ല, 5 മണി ആയില്ലേ? നമ്മളിപ്പോ അടുക്കള പണി കഴിഞ്ഞ് കുളിക്കാൻ കയറും. 5:10 അവരെ കാണുന്നില്ലല്ലോ. ഇനി തോട്ടിച്ചാടി നടുവെല്ലാം വെട്ടി കിടപ്പാണോ? ഏയ്, അവൻ പയറ് പോലെ ചാടി ഓടിപ്പോയത്. എന്താ ഒരു ശബ്ദം? അതെ, ലെവൻ വിശ്വാസ്. മാമനാട് ചെല്ലേ, അല്ലെങ്കിൽ അവൻ ചോദിച്ചു എന്നും പറഞ്ഞപ്പോ കൊള്ളാക്കുമല്ല. നീ എന്താ ലേറ്റ് ആയത്? ഞാൻ 4:45 വന്ന് ചേട്ടനെ വിളിക്കുന്നു, ചേട്ടൻ കേട്ടില്ല. ആ ശരി, നീ അതിലേ വാ, ആ ഗേറ്റ് പൂട്ടിയിട്ടില്ല. ഞാൻ എന്നാ ചെയ്യണ്ട ചേട്ടാ? കുറച്ച് കഴിയുമ്പോ നീ ഈ പൈപ്പ് എടുത്ത് ആ ജനലിലൂടെ ഇടണം. അപ്പൊ ഞങ്ങൾ വന്ന് നിന്നെ പിടിക്കും. That's all. പ്രശ്നമാകുമോ ചേട്ടാ? നോ പ്രശ്നം, ഞാൻ നിന്നെ രക്ഷിക്കും. എന്നാ ഞാൻ പോട്ടെ, എല്ലാം പറഞ്ഞ പോലെ. ഈ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ എപ്പോഴാ ചേട്ടാ? എന്തായി? എല്ലാം സെറ്റ്. അവൻ പണി തുടങ്ങി കഴിഞ്ഞു. വാ, നമ്മൾ അകത്തോട്ട് പോവാം. ഓക്കെ, അത് വിളിക്കാം. അമ്മ ചോറ്. Oh, come on. അമ്മ ചോറ് വിശക്കുന്നു. ഞാനത് കളഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് തരാം. Oh, ആച്ചോ. Nikki, get ready, go! എടാ, നീ എന്റെ സ്വർണ്ണം കക്കുവല്ലേ?